നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പശ്ചിമ ബംഗാളിലെ സിംഹവിവാദം, അതായത് അക്ബർ എന്ന സിംഹത്തെയും സീത എന്ന് പറയുന്ന പെൺസിംഹത്തെയും ഒരു കൂട്ടിലിട്ട് വിവാദമുണ്ടാക്കിയത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്, അവരുടെ കുതന്ത്രമാണെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, അത് ത്രിപുരയിലെ BJP സർക്കാരാണ് ഇതിന് പുറകിലെന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്നത്തെ കൽക്കത്ത ഹൈക്കോടതിയുടെ ജയ്പാൽഗുഡി ബെഞ്ചിൻ്റെ വാദപ്രതിവാദങ്ങൾ കണ്ടപ്പോൾ അത് പൂർണ്ണമായും സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. ഇന്ന് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ജയ്പാൽഗുഡി ബെഞ്ചിലെ സൗഗത ഭട്ടാചാര്യ എന്ന് പറയുന്ന ജഡ്ജിയുടെ മുമ്പാകെ ഇതിൻ്റെ വാദപ്രതിവാദങ്ങൾ നടന്നപ്പോൾ ജിയോജിത് ചൗധരി എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിൻ്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ രേഖകൾ സഹിതം സംഘപരിവാറിൻ്റെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വാദങ്ങൾ ഖണ്ഡിക്കുകയുണ്ടായി. ഈ സിംഹത്തിന് അക്ബർ എന്ന് പേരിട്ടതും പെൺസിംഹത്തിന് സീത എന്ന് പേരിട്ടതും ത്രിപുരയിലെ BJP സർക്കാരാണെന്നും ആ സർക്കാരിൻ്റെ കീഴിലാണ് ഈ സിംഹത്തെ, അവിടുത്തെ വന്യമൃഗ വകുപ്പിൻ്റെ കീഴിലാണ് ഈ സിംഹങ്ങൾക്ക് പേരിട്ടതെന്നും അവിടെ നിന്ന് ആ പേരോട് കൂടിയാണ് വെസ്റ്റ് ബംഗാളിലേക്ക് കൊണ്ടുവന്നതെന്നും വെസ്റ്റ് ബംഗാളിലെത്തിയ ശേഷം ഒരു പേരും അവർക്ക് കൂട്ടിച്ചേർത്തിട്ടില്ല എന്നും രേഖകൾ സഹിതം ത്രിപുരയിലെ ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡുകൾ സഹിതം അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ജിയോജിത് ചൗധരി കോടതിയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഈ സത്യസന്ധമായ വാദം കേട്ടപ്പോൾ പ്രതികളുടെ ഇവിടുത്തെ ഈ സംഘപരിവാറിൻ്റെ അഭിഭാഷകൻ വളരെ മസുംദാർ എന്ന് പറയുന്ന സീനിയർ അഭിഭാഷകൻ ഒരു ഉത്തരവ് പറയാൻ സാധിക്കാതെ തല താഴ്ത്തി നിൽക്കുന്ന ഒരു രംഗമാണ് കാണാൻ സാധിച്ചത്. ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു. സംഘപരിവാർ എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടുന്ന വെസ്റ്റ് ബംഗാളിലെ മമതാ ബാനർജിയുടെ ഗവൺമെൻറ്റിനെ തകർത്തുകൊണ്ട് അവിടെ നിന്ന് 10 വോട്ട് BJPക്ക് ലഭിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ഒരു വിവാദത്തെ കോടതി മുറിയിൽ വളരെ സത്യസന്ധമായി നടന്ന വാദപ്രതിവാദത്തിൽ പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം. എല്ലാ കാലത്തും ചരിത്രത്തെയും വസ്തുതകളെയും മറച്ചു വെച്ചുകൊണ്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് തട്ടുന്ന ഒരു കുതന്ത്രം കോടതി മുറിയിൽ പച്ചക്ക് പൊളിച്ച് എഴുതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് വളരെ സങ്കടം തോന്നിയത് സൗഗത ഭട്ടാചാര്യ എന്ന് പറയുന്ന ജഡ്ജ് പരമാവധി സംഘപരിവാറിന് അനുകൂലമായി നിലപാടെടുക്കാൻ ശ്രമിച്ചിട്ടും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ വളരെ അന്തസ്സോടുകൂടി ജിയോജിത് ചൗധരി എന്ന് പറയുന്ന അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ജഡ്ജിയുടെ എല്ലാ തന്ത്രങ്ങളെയും മറികടന്നുകൊണ്ട് സത്യം അവിടെ അവതരിപ്പിക്കുകയും ഈ സത്യം അവതരിപ്പിച്ചുകൊണ്ട് കുതന്ത്രങ്ങൾ പൊളിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അവസാനിപ്പിച്ച് കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ച ജഡ്ജിയെ അതിന് അനുവദിക്കാതെ തൻ്റെ വാദങ്ങൾ മുഴുവൻ പുറത്തു വിട്ടുകൊണ്ട് സംഘപരിവാറിൻ്റെ ഈ തട്ടിപ്പ് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ പച്ചക്ക് പൊളിച്ച് പിച്ച് ചീന്തിയ ആ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ വാദം അതിമനോഹരമായിരുന്നു. ഏതായാലും സംഘപരിവാറിൻ്റെ ഒരു ഒളി അജണ്ട കൂടെ പൊളിഞ്ഞ് പാളിശായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം.